നമ്മൾ ഇന്ന് മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ പ്രിയ സഹോദരനെ പറഞ്ഞ ആ വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് അതിന്റെ 17, 18 വാക്യങ്ങൾ, 19 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരെ ആ നിലയില് ആളുകളുടെ അടുത്തേക്കൊക്കെ പോയിട്ട് മടങ്ങി വന്ന് പറയുന്നു, കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് കർത്താവ് അവരോട് പറഞ്ഞത് എന്താ? കർത്താവ് പറഞ്ഞു, പാമ്പുകളെ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് തുടർന്ന് കർത്താവ് അവരോട് പറയുന്നത് എന്താ? ആ വാക്യം, അതിൻ്റെ 19-ാം വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഇവിടെ പാമ്പുകള്, തേളുകള് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് പിശാചിന്റെ പലതരത്തിലുള്ള തന്ത്രങ്ങളെയാണ് പാമ്പുകളായിട്ടും തേളുകളായിട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുമ്പോൾ കാലിന്റെ കീഴിലാണെങ്കിൽ എന്താ? കാലിന്റെ കീഴിലാണെങ്കിൽ ഇതിനൊന്നും നമ്മുടെ മേലൊരു അധികാരമില്ല. നമ്മൾ അതിനെയൊക്കെ ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലുള്ള പിശാചിന്റെ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും എന്താ? നമുക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്നുള്ളതാണ് നമ്മളിവിടെ വായിച്ചത്. പിശാച് അവന് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ലക്ഷ്യം വെച്ചേക്കുന്നത് ആരെയാ? ഈ ലോകത്ത് ഒത്തിരി കോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ എല്ലാം അവന് ലക്ഷ്യം വെക്കണ്ട. കാര്യം അവരിൽ ഭൂരിഭാഗവും അവന്റെ ആ പാളയത്തിൽ തന്നെ ഉള്ളവരാണ്. എന്നാൽ നമ്മളും ഒരു കാലത്ത് ശത്രുവിന്റെ പാളയത്തിലായിരുന്നു, പിശാചിന്റെ പാളയത്തിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ദൈവവചനം തിരിച്ചറിയാൻ ദൈവം ആ നിലയിലെ കൃപ തന്നപ്പോൾ നമ്മൾ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് ആ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന്, പിശാചിന്റെ പാളയത്തിൽ നിന്ന് കർത്താവിന്റെ മക്കളായിട്ട്, ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഇന്ന് ക്രിസ്തീയ ലോകത്ത് പോലും പലർക്കും അങ്ങനെ ഒരു വിചാരമില്ല. അവർ വിചാരിക്കുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ അവൻ സ്വാഭാവികമായിട്ട് എന്തായി എന്നാ, വിശ്വാസിയായി എന്നാ കരുതുന്നത്. അല്ലെങ്കിൽ ചില ചടങ്ങുകളൊക്കെ ചെയ്തു, ചില കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താ? ദൈവവചനം പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ക്രിസ്ത്യാനിയായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും ഏത് പശ്ചാത്തലത്തിലുള്ളവരായാലും അവര് ആ നിലയില് പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മോചിതരാകുന്നത് എങ്ങനെയാണ്? യേശുവിനെ നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ച് നമുക്ക് ആ നിലയിൽ നമുക്ക് രക്ഷയാകരനായിട്ട് തന്നെ കാണുകയും തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്നെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് വിശ്വാസത്താൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? കർത്താവിന്റെ മക്കളായി തീരുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് പിന്നെയും ആവർത്തിച്ച് ഓരോ മെസ്സേജിലും ഇങ്ങനെ തുടക്കത്തിൽ പറയുന്നത് എന്തിനാ? ഇപ്പൊ പുതുതായിട്ട് പലരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരിൽ പലരും പല പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവര്. അപ്പൊ ഇവിടെ വന്ന് കുറച്ച് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്താൽ ഇതിന്റെ ഭാഗമായി എന്ന് കരുതരുത്. മറിച്ച് എന്താ അടിസ്ഥാന യോഗ്യത? എന്താ? യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. ആ ഒരു കാര്യം പിന്നെയും ഊന്നി പറയുന്നത് ആളുകളെ ഒരു തെറ്റിദ്ധാരണയിൽ വിടരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നോക്കുക, ആ നിലയിൽ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങള് അടിസ്ഥാന വാക്യങ്ങളാണ്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യവും രക്ഷ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ വാക്യമാണ്. എന്താ? അവനെ കൈക്കൊണ്ട്, യേശു കർത്താവിനെ നമ്മൾ ഹൃദയത്തിൽ രക്ഷകനായി കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ
ദൈവമക്കളാകുകയുള്ളൂ. അല്ലാതെ ക്രിസ്തീയ കുടുംബത്തെ ജനിച്ചുകൊണ്ട് ദൈവമക്കളാകുകയില്ല. ഒരു 2 മാസം 3 മാസം തുടർച്ചയായിട്ട് മീറ്റിങ്ങിന് വന്നതുകൊണ്ട് ദൈവമക്കളാവുകയില്ല. ചില പാട്ട് പാടുമ്പോൾ കൂടെ ചേർന്ന് പാടിയത് കൊണ്ട് ദൈവമകനാകുകയില്ല. പിന്നെ എന്തു വേണം? ആ തുടക്കം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ആ രക്ഷയിലേക്ക് പ്രവേശിച്ചവരായിട്ട് നമ്മളായിരിക്കണം. അതിനെക്കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും ഉറപ്പ് വേണം. യേശുവിനെ കർത്താവ് എന്ന വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെയാണ് നമ്മൾ രക്ഷയിലേക്ക് വരുന്നത്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുക. ഇതൊക്കെയാണ് നമ്മൾ റോമർ 10-ാം 9-10 വാക്യങ്ങളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ രക്ഷയിലേക്ക് വന്ന് ദൈവമക്കളായി തീർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? നമ്മള് പിശാചിന്റെ എല്ലാ അധികാരങ്ങളെയും നമുക്ക് ചവിട്ടുവാൻ നമുക്ക് ദൈവം തന്നെ നമുക്കതിനുള്ള അധികാരം തന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. പിശാചിന്റെ ഒരു കെണിയും നമുക്ക് എന്ത് ചെയ്യല, ഒരു ദോഷവും വരുത്തുകയില്ല എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. എന്താ പിശാച് നമുക്ക് കൊണ്ടുവരുന്ന കെണികള്? തീർച്ചയായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തില് പല വെല്ലുവിളികളും ഒക്കെ എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നേരിടേണ്ടി വരും. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ വിശ്വാസികളായ നമുക്കും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിന്റെ മധ്യത്തിൽ എന്തായിരിക്കണം? നമുക്ക് ഒരു ദോഷവും നമുക്ക് സംഭവിക്കുകയില്ല എന്നുള്ള മട്ടിൽ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നങ്ങൾക്ക് അതീതരായിട്ട് സന്തോഷത്തോടെ ദൈവമക്കളായിട്ട് നമ്മൾ ജീവിക്കാൻ ഇടയാകണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇവിടെ നാം പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും ദോഷം വരുത്തുകയില്ല, നിങ്ങൾക്ക് സകല അധികാരവും തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുകയില്ലെന്നല്ല. അതൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ഉണ്ടായാലും അതിൻ്റെ പരിണിത ഫലമായിട്ട് ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം, കുറ്റബോധം, നിരാശ, പേടി, ഭയം, ഇങ്ങനെ സംശയങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി ഇതെല്ലാം ഉണ്ടെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള നിലയിൽ വിശ്വാസത്തിന്റെ വലിയ ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിശാചിന്റെ ആ തേളിനെയും പാമ്പിനെയും ഒക്കെ ചവിട്ടുന്നവരായിട്ട് നമുക്ക് നിൽക്കാൻ ഒക്കുന്നത്. നമ്മൾ ഇന്ന് അങ്ങനെയാണോ ആയിരിക്കുന്നത്? പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ടാവാം, എന്നാൽ ബാക്കിയും യാഥാർത്ഥ്യമാകണം. അതിനാണ് ഈ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദൈവവചനം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വരികയും സത്യസന്ധതയോടെ നമ്മുടെ അനുഭവം എങ്ങനെയുണ്ടെന്ന് ദൈവം മുമ്പാകെ സമ്മതിക്കുകയും ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അവിടുന്ന് ശക്തനാണെന്ന് വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? ദൈവം തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് അതീതരായിട്ട് ദൈവത്തിലുള്ള സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവമക്കൾ എന്നുള്ള പ്രാഗൽഭ്യത്തോടെ നിരാശയില്ലാതെ ആരോടും കയ്പോ പകയോ ഇല്ലാതെ നമുക്ക് സന്തോഷത്തോടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള നാളുകളെ ജീവിക്കാനൊക്കും. ഇതൊരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് തരുന്നതാ ഗിഫ്റ്റ്. ഇന്ന് ക്രിസ്തീയ ലോകത്ത് പലരും വിചാരിക്കുന്നത് ഇതൊക്കെ പ്രവർത്തിച്ച്
നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇത് നേടണം എന്ന്. അങ്ങനെയല്ല. അടിസ്ഥാനപരമായി ഈ സന്തോഷം, ഈ സമാധാനം, ഇത് ദൈവം തരുന്ന ഒരു ദാനമാണ്, ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് നമ്മുടെ ഒരു ആ നിലയിലുള്ള നമ്മുടെ ഒരു കഴിവിന്റെ അടിസ്ഥാനത്തിലോ നമ്മുടെ ഒരു അർഹതയുടെ അടിസ്ഥാനത്തിലോ അല്ല. സമ്മാനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ നിലയിൽ ദാനം കൊടുക്കുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്നത്, ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ആളിന്റെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലോ അദ്ദേഹത്തിന്റെ അർഹതയുടെ അടിസ്ഥാനത്തിലോ അല്ല. ദാനമെന്ന് പറയുന്നത് അർഹതയില്ലാത്തടത്ത് ചൊരിയുന്നതാണ്. നമ്മളും ആ നിലയിൽ ഈ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. ആ വിളിച്ചിരിക്കുന്നത് നമ്മള് ദൈവത്തിൽ നിന്ന് ഒരു ദാനമായിട്ട് തന്നെ നമ്മൾ വാങ്ങത്തക്കവണ്ണം ദൈവത്തോട് നമ്മൾ സത്യസന്ധരായിരിക്കണം. ദൈവത്തോട് നമ്മൾ ആശ്രയബോധം എപ്പോഴും ഉള്ളവരായിരിക്കണം. ഇതാണ് ഇതിനോട് ചേർന്ന് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിന് തടസ്സമായിട്ട് ഈ ദൈവത്തിലുള്ള സന്തോഷവും സമാധാനവും കൈയാളുന്നതിന് തടസ്സമായിട്ട് പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താ? നമുക്കുള്ള പ്രശ്നങ്ങൾ നമുക്കൊന്ന് വളരെ വേഗത്തിലൊന്ന് നോക്കി അതിന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ കാര്യം ഒന്നുകൂടെ ഒന്ന് ഊന്നി പറഞ്ഞ് നമുക്ക് ഈ ചിന്തകളെ അവസാനിപ്പിക്കാം. എന്താ ഇതിന് പലപ്പോഴും തടസ്സമായിട്ടുള്ളത്? നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പരിഭ്രാന്തിയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന പലർക്കും തന്നെ ഉള്ളത്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ തന്നെ ഒന്ന് ചോദന ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങളിലാണ് പരിഭ്രാന്തി ഉള്ളത്? കുഞ്ഞിന് അവിടെ അഡ്മിഷൻ കിട്ടണോ, അതിനിപ്പോ എന്തോ ചെയ്യും? എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറണോ, അതിനിപ്പോ എന്തോ ചെയ്യും? മറ്റ് സാമ്പത്തിക ഒരു ലോൺ എടുത്തിരുന്നു, ആ ലോൺകാര് ഇപ്പോ ഏതാണ്ട് നടപടി സ്വീകരിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇത് വന്നു, ഇനിയിപ്പോ എന്തോ ചെയ്യും? കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരൻ പറയായിരുന്നു, അദ്ദേഹത്തിന്റെ വാഹനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരെയോ ഒന്ന് തൊട്ടു, അതിന്റെ പേരിൽ ഇപ്പോഴൊരു കടലാസ് വന്നിരിക്കുക, ഉടനെ ഇത്ര ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ഏതാണ്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. നോക്കുക, ആളുകള് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും പലതരത്തിലുള്ള ഈ നിലയിലൊക്കെയുള്ള പല നമ്മളെ വിഷമിപ്പിക്കാവുന്ന, നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാവുന്ന, നമ്മളെ താളടിയാക്കി മാറ്റാവുന്ന പല കാര്യങ്ങളും വരും. അതിൻ്റെ നടുക്ക് നമുക്ക് എങ്ങനെയാ മുമ്പേ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഒക്കുന്നത്? എങ്ങനെയാ ജീവിക്കാൻ ഒക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമാണ്, നമുക്കിതെല്ലാം അറിയാം. പക്ഷെ അത് പ്രായോഗികമാക്കണം. ലളിതമായ ഈ കാര്യം എന്താ? ദൈവത്തെ വിശ്വസിക്കുക. ദൈവം ആരാ? നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ദൈവം, അവിടുന്ന് ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനാണ് ദൈവം. ആ സർവശക്തനായ ദൈവവുമായിട്ട് നമ്മള് വീണ്ടും ജനനത്തില് അവിടുത്തെ മക്കളായി തീർന്നു. അതുകൊണ്ട് നമുക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ബാങ്കിൽ നിന്ന് പേപ്പർ വരും, ഇതെല്ലാം സംഭവിക്കും. പക്ഷേ അതിൻ്റെ മുമ്പാകെ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, താളടിയായി പോകരുത്, നമ്മുടെ സന്തോഷമില്ലാതായി പോകരുത്, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. മറിച്ച് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ദൈവത്തെ ഏൽപ്പിച്ച് ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് വിട്ടുകൊടുത്ത് നമ്മുടെ കൈകള് കൊട്ട വിട്ടൊഴിഞ്ഞവരായിട്ട്. ആ പ്രയോഗം കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൈകൾ കൊട്ട വിട്ടൊഴിയുക എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാളൊരു തലച്ചുമടായിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് കുറെ സാധനങ്ങളും കൊണ്ട് പോയാൽ അയാൾ എന്തോ ചെയ്യും? അയാളുടെ കൈ രണ്ടും കൊണ്ട് ആ കൊട്ടയിൽ ഇങ്ങനെ പിടിച്ചോളും. കാര്യം എപ്പോഴാ ഇത് തലേന്ന് പോകരുത് എന്ന് വിചാരിച്ച്. അപ്പോ കൈക്കൊരു സ്വാതന്ത്ര്യമില്ല. നമ്മളിൽ പലരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഏതാണ്ടോ മുറുകെ പിടിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകൾ സ്വതന്ത്രമാകട്ടെ, കൊട്ട വിട്ടൊഴിയട്ടെ. സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനാണ് ദൈവം വിളിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അന്നേരം കൊട്ട താഴെ പോവുകയല്ലേ? ഇതാരെ ഏൽപ്പിക്കാം?
നമ്മുടെ ദൈവമുണ്ട്, നമ്മുടെ പിതാവുണ്ട്. തന്നെ വിശ്വാസത്താൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആ നിലയിലുള്ള ആശങ്കകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ ഹൃദയപൂർവ്വം നമുക്ക് റിലീവ്ഡ് ആകാം, അതിൽ നിന്ന് മോചനം നേടാം. ഈ കാര്യം നമ്മൾ ഇവിടെ പറയുന്നതല്ല. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിൽ വന്നപ്പോ അവിടുന്ന് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താ? കർത്താവ് പറഞ്ഞത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണല്ലോ ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ തന്നെ എന്തുണ്ട്? നമുക്ക് സന്തോഷം തരുന്ന ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട്. 6-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. 25 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ എന്താ പറയുന്നത്? അവിടെ പറയുന്നത്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആങ്ഷ്യസ് ആകണ്ട. ആങ്ഷ്യസ്, വിചാരപ്പെടുക. വിചാരപ്പെടുക എന്ന് വെച്ചാൽ എന്താ? അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിച്ച് അങ്ങ് ബേജാറാവുക. അതങ്ങ് കാര്യങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടരുതെന്നോ ആലോചിക്കരുതെന്നോ അല്ല പറയുന്നത്. മറിച്ച് എന്താ? വിചാരപ്പെടരുത്. ഇവിടെ നോക്കുക, അതിന്റെ ഇവിടെ 25-ാം വാക്യം നോക്കുക. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ഇങ്ങനെ പല കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മൾ എപ്പോഴും വായിക്കാറുള്ള കാര്യങ്ങളാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലോട്ട് വന്നിട്ടുണ്ടോ? ഹൃദയത്തിന്റെ ആഴത്തിൽ വന്നിട്ടുണ്ടോ? കർത്താവ് പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു പറവയെങ്കിലും ഒരു കാക്കയെങ്കിലും അത് പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം അത് ദൈവം എനിക്ക് ഭക്ഷണം തന്നോളും എന്ന് പറഞ്ഞ് അത് കൂട്ടിൽ അങ്ങ് ചുമ്മാതിരിക്കുകയാണോ? കൂട്ടി ചുമ്മാതിരിക്കുമ്പം രാത്രിയാകുമ്പോൾ ദൈവദൂതം കൊണ്ടുവന്ന് അതിന്റെ വായില് തീറ്റ കൊണ്ടുവെക്കുമെന്നാണോ നമ്മൾ കരുതുന്നത്? അല്ല. അതിന് ചിറകൊണ്ട് അത് പലയിടത്ത് തീറ്റയുണ്ടോ എന്ന് നോക്കി അത്യാവശ്യം പറന്ന് നടക്കും. പക്ഷെ കിട്ടുന്ന തീറ്റയൊന്നും അത് ഉണ്ടാക്കിയതല്ല. ആ തീറ്റ ഉള്ളിടത്തോട്ട് ദൈവം തന്നെ അതിനെ നയിക്കും. അത് എന്ത് ചെയ്യും? വിശക്കാതെ അത് ഭക്ഷിക്കും. അതുപോലെ തന്നെ അതിന്റെ കുഞ്ഞിന് കൊടുക്കും. ഇത് കർത്താവ് ഇത് പറയുമ്പോ നോക്കുക, ഇത് കർത്താവ് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം നോക്കുക. അവിടെ വലിയവനായ ദൈവം തന്നെ ഇയ്യോബിനോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുന്ന 38-ാമത്തെ അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് പറഞ്ഞതാ. ആ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഇയ്യോബിന്റെ പുസ്തകം 38-ന്റെ 41-ാം വാക്യം, അവസാന വാക്യം നോക്കുക. കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാർ? അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആരാണെന്നാ ദൈവം ചോദിക്കുന്നത്? ദൈവം തന്നെ എത്തിച്ചു കൊടുക്കുന്നത്. ദൈവം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പം എങ്ങനെയാ ദൈവം എത്തിച്ചു കൊടുക്കുന്നത്? മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കരയുന്ന കാക്കക്കുഞ്ഞിന്റെ വായില് ദൈവദൂതം കൊണ്ടുവന്ന് തീൻ കൊടുക്കുമെന്നല്ല. എന്താ? അതിന്റെ അമ്മ, ആ കാക്ക പറന്നു പോകുമ്പോ അതിന് തീറ്റ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അതിനെ നയിക്കുകയും അങ്ങനെ അത് സ്വയം തിന്ന് തൃപ്തിയടയുകയും അത് തീറ്റ കൊണ്ടുവന്ന് കുഞ്ഞിന് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു കാക്ക കുഞ്ഞു പോലും തീറ്റയില്ലാതെ വിഷമിക്കുന്നില്ല എന്ന കാര്യമാണ് യഹോവയായ ദൈവം ഇയ്യോബിനോട് ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഓർത്ത് ഇതാ പർവ്വത പ്രസംഗത്തിൽ യേശു പറയുന്നു, തൻ്റെ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാരെ, അവരൊക്കെ പല ചിന്തകളുണ്ടായിരിക്കും. അയ്യോ, ഞങ്ങള് മീൻപിടുത്തം ഒരു നല്ലൊരു തൊഴിലുണ്ടായിരുന്നു, അതും വിട്ടേച്ച് വേണ്ട ഇപ്പൊ ഞങ്ങൾ ഇവന്റെ പുറകെ നടക്കുക, ഇവന്റെ കാര്യം തന്നെ പ്രയാസത്തില, വലിയൊരു കൊടുത്താലേ ഉള്ളൂ, ഞങ്ങളുടെ കാര്യം എങ്ങനെയാകും, ഞങ്ങളുടെ പിള്ളേരൊക്കെ എങ്ങനെ, ഇങ്ങനൊക്കെ ചിന്ത ചിലപ്പോൾ അവരുടെ മനസ്സിൽ കാണും. അതറിയാവുന്നത് കൊണ്ട് അവരുടെ ഹൃദയം വായിച്ചിട്ട് കർത്താവ് പറയുക, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്?
എന്തോ നിങ്ങൾ ഭാരപ്പെടുന്നത്? എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഭാരപ്പെടുന്നത് എന്തിനാ? വിചാരപ്പെടുന്നത് എന്തിനാ? വിചാരപ്പെടണ്ട. ഇതിനെല്ലാം ആകാശത്തിലെ പറവയെ നോക്കുവീൻ, അതിന് പോലും തീറ്റ കൊടുക്കുന്നു. തീറ്റ കൊടുക്കുന്നത് ആരാ? അവിടെ കണ്ടോ, ഞാൻ പലപ്പോഴും ഈ വാക്യം എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ 26-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. എങ്കിലും സ്വർഗസ്ഥനായ അവയുടെ പിതാവെന്നല്ല പറഞ്ഞേക്കുന്നത്. പറവയ്ക്ക് തീറ്റി കൊടുക്കുന്ന ആ സ്വർഗത്തിലെ പിതാവിനെ പറവയുടെ പിതാവെന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവം എന്തല്ല, ഈ പറവയുടെയോ മൃഗങ്ങളുടെയോ പിതാവല്ല, അവയുടെ സൃഷ്ടാവാ. അവിടുന്ന് പിതാവായിരിക്കുന്നത് ആർക്കാ? നമുക്ക് മാത്രമാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ് തൻ്റെ മക്കളല്ലാത്ത തൻ്റെ സൃഷ്ടികളായ പറവയെ പോലും പട്ടിണിക്കിടുന്നില്ലെങ്കിൽ തൻ്റെ മക്കളെ പട്ടിണിക്കിടുമോ എന്നാ ചോദിച്ചേക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉദാഹരണം പോലെ പറയാറുണ്ടല്ലോ, അയൽ വീട്ടിലെ കുട്ടികൾ പട്ടിണിയാണെന്ന് കണ്ടോണ്ട് നമ്മുടെ പിതാവ് ഒരു ധനികനായ ഒരാളാണെന്നിരിക്കട്ടെ, നമ്മുടെ പിതാവ് ധനികനായ ഒരാളാണ്, അതേസമയം അദ്ദേഹം വളരെ ഔദാര്യനിധിയുമാണ്, ഔദാര്യവാനാണ്. അദ്ദേഹം നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികള് ഭക്ഷണം കിട്ടാതെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അദ്ദേഹം കടയിൽ പോയി അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ളത് വാങ്ങിച്ച് അയൽ വീട്ടിൽ കൊടുക്കുന്നു. അയൽ വീട്ടിൽ കൊടുക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? കണ്ടോ, എൻ്റെ പിതാവ് അടുത്ത വീട്ടിലെ കുട്ടി പോലും പട്ടിണി കിടക്കരുതെന്ന് വിചാരിച്ച് അത്രയും ചെയ്യുമ്പം എന്നെ പിന്നെ പട്ടിണിക്കിടുമോ? ഒരിക്കലുമില്ല. കാര്യം ഈ ധനികനായ ഔദാര്യനിധിയായ പിതാവിന്റെ സ്വന്തം മകനാണ് ഞാൻ. അയൽ വീട്ടിലെ കരയുന്ന കുഞ്ഞിന്റെ കാര്യം പോലും എൻ്റെ പിതാവ് നോക്കുന്നെങ്കിൽ എൻ്റെ കാര്യം എത്ര അധികമായിട്ട് നോക്കും എന്ന് നമുക്കൊരുറപ്പില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുന്നത് എന്താ? പറവയുടെ കാര്യം പോലും നമ്മുടെ പിതാവ് നോക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യം പിന്നെ നമ്മുടെ ദൈവം നോക്കുകയല്ലേ? നോക്കും. ഈ ഒരു വലിയ ധൈര്യം നമുക്കുണ്ടാകണം. ഇതെന്താ? ഇതൊരു വിശ്വാസമാണ്. നമ്മള് രക്ഷിക്കപ്പെട്ടപ്പോ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ അവന്റെ മകനായി തീർന്നു, മകളായി തീർന്നു. എനിക്ക് കുറവുകളുണ്ട്, പക്ഷെ ഞാൻ അവിടുത്തെ മകനാണ്, മകളാണ് എന്നുള്ള ധൈര്യത്തോടെ നമ്മുടെ സ്വന്തം അപ്പനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. മറ്റുള്ളവരെ പോലും, കരയുന്ന കാക്കക്കുഞ്ഞിനെ പോലും നോക്കുക. ഒരു കാക്കക്കുഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ എത്രയോ നിസ്സാര ഒരു ജീവിയ എന്ന് കരയുന്ന കാക്കക്കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേട്ട് അതിന് തീറ്റ കൊടുക്കുന്ന അത്രയും കരുണയുള്ളവനാണ് എൻ്റെ പിതാവ്. ആ കൊടുക്കുന്ന ദൈവം അവയുടെ പിതാവല്ല, എൻ്റെ പിതാവ്. അങ്ങനാണെങ്കിൽ എൻ്റെ കാര്യം നോക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവർ, ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ, നമുക്ക് ധൈര്യം തരട്ടെ. അങ്ങനെ ആ ധൈര്യവും വിശ്വാസവും ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തോ മാറിപ്പോകും? ഭാരങ്ങളും പ്രയാസങ്ങളും, അയ്യോ എങ്ങനായിത്തീരും, ആ കാര്യം എങ്ങനായിത്തീരും, അതിൻ്റെ ഇത് ഒരു ഈ നിലയില് ബാങ്കിൽ നിന്ന് പേപ്പർ വന്നത് ഇനി എന്തോ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ആ നിലയിലുള്ള വിചാരപ്പെടൽ മാറിപ്പോകട്ടെ. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് പ്രായോഗികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ദൈവം എനിക്ക് തീൻ കൊണ്ട് തരുമെന്നും പറഞ്ഞ് കാക്ക ഇര തേടി പോകാതെ കൂട്ടി തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെയുള്ള മണ്ടത്തരമല്ല. അങ്ങനെ കാക്ക പോലും മണ്ടത്തരം കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണ്ട. നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. അവിടെ പോകാം, ആളിനെ കാണാം, ഈ കാര്യം ക്രമീകരിക്കാം, മറ്റേതെടുത്ത് ഈ നിലയിൽ ചിട്ടപ്പെടുത്താം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മൾ എന്താകരുത്? ആങ്ഷ്യസ് ആകരുത്. നമ്മൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും നടക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. വിചാരപ്പെടൽ വേണ്ട എന്ന് പറഞ്ഞതിന് പല കാര്യങ്ങള് ഈ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താ? വിചാരപ്പെടുന്നത് കൊണ്ട് പ്രയോജനമില്ല. ജാതികളാണ് വിചാരപ്പെടുന്നത്.
നമ്മള് ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ വിചാരപ്പെടണ്ട. അത് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് നമ്മുടെ പിതാവിനറിയാം. ഇതെല്ലാമാണ് അവിടെ പറയുന്നത്. അപ്പൊ വിചാരപ്പെടുന്നത് ആവശ്യമില്ലാത്തതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. വിചാരപ്പെടുന്നത് ജാതികളുടെ രീതിയാണ്. ഇതെല്ലാം നമ്മൾ ഈ കർത്താവിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കും. നിങ്ങൾ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഈ വാക്യങ്ങൾ വായിച്ചു നോക്കുക. നോക്കുക, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായാലോ വയലിനെ പുല്ലിനെ പോലും ദൈവം ചമയിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ ചമയിപ്പിക്കുകയല്ലേ? അവിടെ നോക്കുക, പല കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോ, 25-ാം വാക്യത്തിലേക്ക് വരുമ്പോ, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അപ്പൊ കണ്ടോ, തിന്നുക, കുടിക്കുക, ഉടുക്കുക. ഉടുക്കുക എന്നുള്ളത് ഇംഗ്ലീഷില് കവർന്നാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ കവർ ചെയ്യുക. അത് മൂലഭാഷയിൽ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് തലയ്ക്ക് മുകളിലുള്ള കവറിനെ കുറിച്ചുകൂടെ അത് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ എന്താ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇവിടെ ആ 3 കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതായത് തിന്നുക, കുടിക്കുക, അതുപോലെ എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും. ഉടുക്കുക എന്ന് വെച്ചാൽ കവർ ചെയ്യുക. അത് നമ്മുടെ ശരീരം കവർ ചെയ്യുന്ന മാത്രമല്ല, തലയും കവർ ചെയ്യുന്നത്. തല കവർ ചെയ്യുക എന്ന് വെച്ചാൽ തൊപ്പി വെച്ചുകൊണ്ട് പോകുന്നതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താ, നമ്മുടെ തല ആ നിലയിൽ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാ? നമ്മുടെ പാർപ്പിടത്തില. നമ്മുടെ തലയ്ക്ക് മീതെ ഒരു കൂര, അതാണല്ലോ വീടെന്ന് പറയുന്നത്. വീടിന് അങ്ങനെ ഒരു നിർവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ തലയ്ക്ക് മീതെയുള്ള ഒരു കൂരയാണ്. എത്ര വലിയ വീടാണേലും കൊച്ചു വീടാണേലും തല ചായ്ക്കാനൊരിടം, തല കവർ ചെയ്യുന്ന ഇടം. അപ്പൊ നോക്കുക, ഈ 25-26 വാക്യങ്ങള് നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ കുറിച്ചാ പറയുന്നത്. ഹിന്ദിയിലോട്ടോ അത് വളരെ മനോഹരമായി റോട്ടി കപ്പട അവർ മക്കാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റോട്ടി കപ്പട അവർ മക്കാൻ എന്ന് വെച്ചാൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നമ്മുടെ ദൈവം തന്നോളും. എന്തിനാ സഹോദരൻ നീ വിചാരപ്പെടുന്നത്? തീർച്ചയായിട്ടും വസ്ത്രത്തിനായിട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് ദൈവം കൊണ്ട് തരുമെന്ന് പറഞ്ഞിരിക്കണം എന്നല്ല പറഞ്ഞത്. പറവ തേറ്റ തേടി പോകുന്ന പോലെ നമ്മളും ചില കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അങ്ങനെ പോകുമ്പോഴും എന്ത് വേണ്ട? വിചാരപ്പെടൽ വേണ്ട. ഓ, എന്തായി തീരും എന്നുള്ള വിചാരപ്പെടല് വേണ്ട. ഇവിടെ ഇതാ നമ്മൾ വായിച്ച ആ വാക്യത്തോടുള്ള ബന്ധത്തില് നമുക്ക് പലതരത്തിലുള്ള വിചാരപ്പെടലുകളെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 6-ന്റെ 31-ാമത്തെ വാക്യം വായിച്ച് കണ്ടോ? അതും ഈ കാര്യം തന്നെ. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങളെ വിചാരപ്പെടരുത്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തോ തിന്നും, ഇന്ന് എന്തോ കുടിക്കും, ഇന്ന് എന്തോ ഉടുക്കും. ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട നമ്മുടെ വിചാരപ്പെടല് വേണ്ട എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് പലർക്കും അങ്ങ് വിചാരപ്പെടല. എങ്ങനെ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, 31-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നു, ഇവിടെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ച്. അതാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും രാവിലെ. അതാണ് പ്രശ്നം. അങ്ങനെ ദൈനംദിന ജീവിതം, അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. അത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് നോക്കിക്കൊള്ളും. എന്നിട്ടോ അതിന്റെ 34-ാം വാക്യം കണ്ടോ? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ആളുകളുടെ മറ്റ് ചില വിചാരപ്പെടൽ എന്തിനെ കുറിച്ചാ? ഇന്നത്തെ കുറിച്ചുള്ള വിചാരപ്പെടലിനെ കുറിച്ച് 6-ന്റെ 31 പറഞ്ഞു. നാളത്തെ കുറിച്ച്, നാളെ എങ്ങനെ, ഇനിയിപ്പം നാളെ ആ കൊച്ചിന്റെ ഫീസ് കൊടുക്കേണ്ട ദിവസം, എങ്ങനെ നാളെ ടുമോറോ,
അതാണ് മറ്റു ചില വിചാരപ്പെടലിന്റെ പിന്നിലുള്ള ഘടകം. അതിനെക്കുറിച്ചും വേണ്ട എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. എന്താ അത് അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നതിന്റെ മുകളിൽ 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ നോക്കുക, ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടണ്ട, നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട. പിന്നെയോ, പിന്നെ അതുപോലെ തന്നെ നമ്മള് 6:31 നമ്മൾ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോ നമ്മൾ കാണുന്നത് എന്താ? അതിൻ്റെ ദൈനംദിന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, 6:31 നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യം, നിങ്ങള് ജീവനായിക്കൊണ്ട് വിചാരപ്പെടരുത്. 25-ാം വാക്യം, ജീവനായിക്കൊണ്ട്. ജീവനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, അതിനായിട്ടാണ് ചിലരുടെ വിചാരപ്പെടരുത്. ചിലർക്ക് ഇന്നത്തേക്കുള്ളതുണ്ട്, ദൈനംദിന ജീവിതത്തിനുള്ളതുണ്ട്, നാളത്തേക്കുള്ളതുണ്ട്. എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ അവര് പത്രമൊക്കെ വായിച്ചിട്ട് ചിന്തിക്കുന്നത് എന്താ? ഓ, നമ്മുടെ രാജ്യം ഇങ്ങനെ പോയാ 25 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മുടെ രാജ്യം എങ്ങനെ ഇരിക്കും? സഹോദര, നീ ജീവനായിക്കൊണ്ട് ആ നിലയിൽ നിന്റെ മൊത്തം ഡെസ്റ്റിനേഷനെ നോക്കി, ഒത്തിരി മുന്നോട്ട് നോക്കി അതിനെക്കുറിച്ച് ഭാരപ്പെടുക. മനുഷ്യന്റെ രീതിയായത്. മനുഷ്യരുടെ രീതി എന്താ? ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടുക, നാളെക്കുറിച്ച് ഭാരപ്പെടുക, ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒടുവിൽ എന്തോ സംഭവിക്കും എന്ന ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക. കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം നമുക്ക് 100% കിട്ടുമെന്നാണോ? അല്ല. നമ്മുടെ പിതാവിന് അറിയാം ഇതിൽ ഏതൊക്കെയാ നമുക്ക് ആവശ്യം, ഏതൊക്കെയാണ് നമുക്ക് പ്രയോജനമുള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവിടത്തേക്കൊരു പ്ലാനുണ്ട്. അതിന് വേണ്ടതൊക്കെ അവിടുന്ന് തരും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് 3 മറുപടികൾ കിട്ടാം. ഒന്നെന്ന് പറയുന്ന മറുപടി എന്താ? യെസ് എന്ന മറുപടിയാ. അതെ, നീ ചോദിക്കുന്നു, നിനക്ക് തരുന്നു. ചില മറുപടി എന്താ? നോ എന്ന മറുപടിയാ. നോയും എന്താ? ഒരു മറുപടി തന്നെ. വേണ്ട മോനെ, നിനക്ക് ഇപ്പൊ തരുന്നില്ല. കാര്യം അത് തന്നാൽ നിനക്ക് ആത്യന്തികമായിട്ട് നന്മയല്ല, നിനക്കത് കാണാൻ കഴിയുകയില്ല, എന്നാലും എനിക്കത് കാണാം. അതുകൊണ്ട് നോയും ഒരു മറുപടിയായിട്ട് നമ്മൾ സ്വീകരിച്ച്, ദൈവം എനിക്കത് തരുന്നില്ല, പക്ഷെ അത് എന്താ? ദൈവത്തിന്റെ എന്നോടുള്ള സ്നേഹത്തിലാണ് എന്ന സന്തോഷത്തോടെ നമുക്കായിരിക്കാം. അല്ലാതെ പിറുപിറുക്കുകയും ഭാരപ്പെടുകയും വിചാരപ്പെടുകയും ചെയ്യാതെ നോയെയും നമുക്ക് സ്വീകരിക്കാം. 3-ാമത്തെ മറുപടി എന്താ? യെസ്, നോയെ. 3-ാമത്തെ മറുപടി വെയിറ്റ്. തരാം, പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യണം. മനുഷ്യർക്കാർക്കും വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ചോദിക്കുമ്പോൾ ഉടനെ കിട്ടണം. പക്ഷെ ചില കാര്യങ്ങൾക്ക് ദൈവം എന്താ പറയും? വെയിറ്റ് എന്ന് പറയും. ഈ 3 മറുപടിയും തരുന്നത് ആരാ? നമ്മുടെ പിതാവാ. അതുകൊണ്ട് അത് മറുപടി 3 ഏതായാലും നമ്മുടെ ആത്യന്തിക നന്മയ്ക്കാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ എന്തോ വേണം? സന്തോഷത്തോടെ ആയിരിക്കണം. അല്ലാതെ ഭാരപ്പെടരുത്, പരാതി പറയരുത്, പിറുപിറുക്കരുത്, മുഖം വാടരുത്, നിരാശപ്പെട്ടിരിക്കരുത്, ദൈവത്തെ പഴി പറയരുത്. സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ പാമ്പുകളെയും തേളുകളെയും ചവിട്ടുന്നത്. ഈ നിരാശയും വിഷമവും ഭാരപ്പെടലും വിചാരപ്പെടലും ഒക്കെ ആരുടെ തന്ത്രങ്ങളാ? പിശാചിന്റെ തേളും പാമ്പുമാ. അതിനെ ചവിട്ടുക. അതിനെ എങ്ങനെ ചവിട്ടാൻ ഒക്കും? അതിൻ്റെ മേലെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുമ്പോൾ നമ്മൾ അതിനെ ചവിട്ടും. അത് നമ്മുടെ കാൽ കീഴിലാകും. ഇതൊന്നും നിങ്ങളുടെ ദോഷത്തിനായിട്ട് ഭവിക്കുകയില്ല എന്ന് കർത്താവ് ഇവിടെ ലൂക്കോസ് 10 പറഞ്ഞ ആ വാക്യം നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിലെ പലതരത്തിലുള്ള ആവശ്യങ്ങള് നമ്മളെ പലപ്പോഴും വിചാരപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകാം. നമ്മൾ അതിനെതിരെ നിൽക്കണം. എങ്ങനെ അതിനെതിരെ നിൽക്കാൻ ഒക്കുന്നത്? നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തോടെ, വിശ്വാസത്തോടെയാണ്
നമുക്ക് ഇതിനെതിരെ, ഭാരപ്പെടുന്നതിനെതിരെ, വിചാരപ്പെടുന്നതിനെതിരെ, നിരാശപ്പെടുന്നതിനെതിരെ നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള ആ വിശ്വാസത്തിലാണ് നമുക്കങ്ങനെ നിൽക്കാനൊക്കുന്നത്. നമ്മൾ അങ്ങനെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഈ നേരത്തെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ആ കാര്യം വായിക്കുകയുണ്ടായി. അത് 38-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ദൈവം പോലും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് ഇയ്യോബിനോട് പറഞ്ഞു. നമ്മളോടും അത് തന്നെ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ അത് പറഞ്ഞു, പേടിക്കണ്ട. ഇന്നത്തേക്കുള്ളത് തിന്നാനും കുടിക്കാനും, അതായത് നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ദൈവം തരും. ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ കിട്ടും, ചിലത് അല്പം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്, ചിലത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നു എന്ന് വരികയുമില്ല. പക്ഷെ എല്ലാം ആത്യന്തികമായിട്ട് നമ്മുടെ നന്മയ്ക്കാണ്. നമ്മുടെ സ്വർഗീയ പിതാവാണ് അത് തരുന്നത്, തരാതിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയും. പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ കഴിയും എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ തന്നെ 3-ാമത്തെ വാക്യമാണ്. 5-ന്റെ 3-ാമത്തെ വാക്യമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ കണ്ടോ, നമ്മള് സന്തോഷമായിട്ടിരിക്കാന് പലപ്പോഴും തടസ്സമായ മറ്റൊരു കാര്യം എന്താ? ആത്മീയമായ പല കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരപ്പെടല. നേരത്തെ ഇതേവരെ നമ്മൾ പറഞ്ഞത് എന്താ? ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരപ്പെടല. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇന്ന് എന്തുണ്ട്? വിശ്വാസികൾക്ക് ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരപ്പെടല്, അതിനോടൊക്കെ നമ്മൾ ജയം നേടിയാലും പലരും അയ്യോ, എനിക്ക് വേണ്ടതുപോലെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല, വേണ്ടതുപോലെ അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടത്ര വിശ്വാസമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ സത്യസന്ധതയോടെ കാണണം. തീർച്ചയായിട്ടും അത് നമ്മളുടെ കുറവുകളെ നമ്മൾ കാണണം. പക്ഷേ അത് കണ്ട് നിരാശപ്പെട്ടു പോകരുത്. ആത്മീയ കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. നമ്മൾ ആത്മീയ കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ മുഖം കഠിനപ്പെട്ടും നമ്മൾ വിഷമിച്ചും സന്തോഷമില്ലാതെയും ഇരിക്കരുത്. മറിച്ച് എന്താ ഇവിടെ പറയുന്നത്? എങ്ങനെ നമുക്ക് നമ്മുടെ കുറവുകൾ കാണുമ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാനൊക്കും, അതിൻ്റെ കാര്യമാണ് നമ്മൾ ഇവിടെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ 1-ാമതായിട്ട് പറഞ്ഞിടത്ത് തന്നെ പറയുന്നത്. എന്താ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ബ്ലസ്സഡ്, അനുഗ്രഹീതർ. അനുഗ്രഹീതർക്ക് എന്തുണ്ട്? ചിരിയുണ്ട്, ഇല്ലേ? ഞാനും നീയും സഹോദര, നമ്മൾ ആത്മീയ കാര്യങ്ങളിലും നമ്മൾ ബ്ലസ്സഡ് ആണ്, അനുഗ്രഹീതരാണ്. അതുകൊണ്ട് ചിരിക്കുക, സന്തോഷിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ 100% എത്തിയെന്നാണോ? അല്ല. അതല്ല ഇവിടെ പറയുന്നത്. മറിച്ചെന്താ? നമ്മള് ആത്മാവിൽ ദരിദ്രരായിരുന്നാ മതി. ഈ കാര്യം പലർക്കും അങ്ങോട്ട് വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല. പലരും വിചാരിക്കുന്നത്, ബ്രദറെ, ആത്മാവിൽ സമ്പന്നരായവർ ഭാഗ്യവാന്മാർ എന്നല്ലായിരുന്നോ കർത്താവ് പറയേണ്ടത്? കർത്താവ് പറഞ്ഞപ്പോ ഏതാണ്ടോ ഒരു പ്രശ്നം പറ്റിപ്പോയതാ. ആത്മാവിൽ സമ്പന്നരായവർ ഭാഗ്യവാന്മാർ, അല്ലാതെ ആത്മാവിൽ ദരിദ്രരായവർ എങ്ങനെ ഭാഗ്യവാന്മാരാകുന്നു? കർത്താവ് പറഞ്ഞപ്പോ ഇച്ചിരി തെറ്റിപ്പോയോ? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതാണുണ്ടോ? ഇവിടെ പറഞ്ഞേക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അതിന്റെ കർത്താവിന് തെറ്റിയിട്ടില്ല. കർത്താവ് വളരെ കൃത്യതയോടെയാണ് പറയുന്നത്. കർത്താവിന് ഒരിക്കലും തെറ്റുകയില്ല, നമുക്കറിയാം. എന്താ ഇവിടെ പറയുന്നത്? ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മള് എപ്പോഴും ദൈവത്തെ ആവശ്യമുള്ളവർ, എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, അവർ ബ്ലസ്സഡ് ആണ്. ഈ നിലയില്
നമുക്ക് ദൈവത്തെ എപ്പോഴും ആവശ്യമുള്ളവരായിട്ടിരിക്കാൻ എങ്ങനെ കഴിയും? പ്രിയപ്പെട്ടവരെ, ആത്മാവിലെ ദാരിദ്ര്യത്തെ ഭൗതികമായ ദാരിദ്ര്യത്തോട് ചേർത്ത് ചിന്തിച്ചാൽ ഇത് വേഗം മനസ്സിലാകും. ഭൗതികമായിട്ട് നമ്മൾ ദരിദ്രരാണെന്നിരിക്കട്ടെ, നമ്മള് വിശ്വാസി എന്നൊന്നും വിചാരിക്കേണ്ട, സാധാരണ ഒരു മനുഷ്യൻ, ഈ ഒരു ദരിദ്രനായ ഒരാൾ അയാള് എന്ത് ചെയ്യും? അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കാശില്ല, അയാൾക്ക് വസ്ത്രം വാങ്ങിക്കാൻ കാശില്ല, അയാൾക്ക് ഒന്നിനും കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ ഇല്ല, ഒന്നുമില്ല. ദരിദ്രൻ. ആ ദരിദ്രന്റെ അടുത്ത് ഒരു ധനികനായ ഒരാളാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്നത് എന്നിരിക്കട്ടെ. ഇയാൾ എന്തോ ചെയ്യും? ഇയാൾ രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ തനിയന്റെ വീട്ടുപടിക്ക് ചെന്ന് കയ്യും കെട്ടി നിൽക്കും. തനിയൻ ചോദിക്കുമ്പോ, അല്ല അകത്തെ ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല. ഉടനെ ആ ധനികൻ എന്ത് കൊടുക്കും? അദ്ദേഹം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഔദാര്യവാനാണെങ്കിൽ ഈ ദരിദ്രന് അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കും. അത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് പിറ്റേന്ന് നേരം വിളിക്കുമ്പോ പിറ്റേന്നും ഈ മനുഷ്യൻ വന്ന് പാതൊക്കെ നിൽക്കുക. എന്തുകൊണ്ടാ പിറ്റേന്നും വരുന്നത്? അയാൾ ദരിദ്രനായത് കൊണ്ടാ. തലേന്ന് കൊടുത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു? തലേന്നത്തെ ഭക്ഷണം വാങ്ങി. പക്ഷെ ഇന്ന് കഴിക്കണമെങ്കിൽ എന്തോ വേണം? വീണ്ടും ഈ ധനികനെ ആശ്രയിക്കണം. ദാരിദ്ര്യം എപ്പോഴും തങ്ങളെക്കാൾ കൂടുതലുള്ള ഒരാളെ ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ദരിദ്രനെ നടത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി നമ്മൾ എന്ത് വേണം? എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു തലത്തിലേക്ക്. ഇന്ന് ദൈവം എനിക്ക് ചില പാപങ്ങളുടെ മേൽ വിജയം തന്നു, സന്തോഷം, സ്തോത്രം. പക്ഷേ ഇന്ന് തന്നല്ലോ, ഇനി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു പോയാൽ ഒക്കുമോ? ഇല്ല. ഇന്ന് വൈകുന്നേരം വേറൊരു പ്രശ്നം വരും, നാളെ രാവിലെ വേറൊരു പ്രശ്നം വരും. അന്നേരമൊക്കെ നമ്മൾ എന്തായിരിക്കണം? ഈ ധനികന്റെ വീട്ടുവാതുക്കൽ ഭൗതിക ദാരിദ്ര്യമുള്ള ആള് ചെന്ന് നിന്നതുപോലെ നമ്മുടെ ആത്മീയമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നവരായിരിക്കണം. ദൈവം അങ്ങനെയാ ഈ കാര്യങ്ങളെ ക്രമീകരിച്ചേക്കുന്നത്. നോക്കുക, നമ്മളെപ്പോഴും ദൈവത്തെ ആവശ്യമുള്ളവരും ദൈവത്തിൽ ഡിപ്പെൻഡഡും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായി നമ്മളായിരിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥയെ നല്ല ഒരു കാര്യമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനല്ലയോ നമ്മള്? പക്ഷെ എല്ലാവരും അങ്ങനാണോ? നമ്മള് ചിലപ്പോ നമ്മള് കുറെ നാൾ മുമ്പ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ അംഗമാണ്, സഭയിലുള്ളവർക്കൊക്കെ നമ്മളെക്കുറിച്ച് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പം ദൈവത്തെ വലിയ ആവശ്യമില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നൊരു അവസ്ഥയിൽ സഹോദരി നീയും ഞാനും എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിലെ ദാരിദ്ര്യം പോയി. കർത്താവെ, ഇന്നലെ വരെ ഞാൻ വിജയകരമായിട്ട് ജീവിച്ചു, ഇന്ന് ജീവിക്കണമെങ്കിൽ ഞാൻ പിന്നെയും നിന്റെ അടുത്ത് വന്നാലേ പറ്റുള്ളൂ, എന്നെ കൈവിടല്ലേ. ഇന്ന് ഞാൻ അവിടുത്തെ മകനാണ്, അവിടുന്ന് എന്നെ പരിപാലിക്കും, ഞാനത് വിശ്വസിക്കുന്നു. നോക്കുക, വിശ്വസിക്കുകയും ഡെയിലി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുകയും ആത്മാവിലെ നമ്മുടെ കുറവുകളെ ദിനം പ്രതി ദൈവത്തോട് പറയുകയും ദൈവത്തിൽ നിന്ന് അതിന് മറുപടി ഏറ്റുവാങ്ങുന്നവരായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്താൽ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഭാഗ്യവാന്മാർ. ദൈവം എത്രയോ ഇടത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം നോക്കുക. മത്തായി 7:11, തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം നന്മ, ആത്മീയമായ നന്മ എന്ന് നമുക്ക് അവിടെ കാണാം. അപ്പൊ തന്നോട് യാചിക്കുന്നവർക്കാണ് ആത്മീയമായ നന്മ ദൈവം കൂടുതൽ നൽകുന്നത്. നമ്മള് ദൈവം മുമ്പാകെ ഡിപ്പെൻഡഡ് ആയിട്ട് ആവശ്യബോധമുള്ളവരായിരിക്കണം. അല്ലാതെ ഇന്നലെ വരെ ഞാൻ ജയമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ് ആ ജയം നമുക്കൊരു സ്വയബലം തരരുത്. നമ്മിൽ തന്നെ നമ്മളൊരു ബലമുള്ളവരാകരുത്. മറിച്ച് ഒരു ദരിദ്രന്റെ മനോഭാവത്തോടെ, ഒരു സ്വയബലമില്ലാതെ, തന്നിൽ തന്നെ ഒരു ബലവും ശക്തിയും ഇല്ലാതെ ദൈവത്തെ നിരന്തരം ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുന്നവർ എന്തോ ചെയ്യും?
ദൈവത്തോട് യാചിക്കും. യാചിക്കുന്നത് ആരാ? ദരിദ്രനായി യാചിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രരായിട്ട് തന്നെ നമ്മൾ നിൽക്കുക. ഇതേ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 11:13 നമ്മൾ കാണുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവിനെ എത്രയധികം. അപ്പോ നന്മ സമം പരിശുദ്ധാത്മാവ് എന്നൊരു ഇക്വേഷൻ നമ്മൾ ഈ മത്തായി 7:11 ലൂക്കോസ് 11:13 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിലും നമ്മൾ എന്ത് വേണം? തന്നോട് യാചിക്കുന്നവരായിരിക്കണം. അക്ഷരാർത്ഥത്തിൽ ദിവസവും അയ്യോ തരണേ 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 എന്ന് പറയുന്നതല്ല. ആ ഒരു മനോഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആ ഒരു മനോഭാവം, ദൈവത്തിന്റെ മുൻപാകെ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനോഭാവം, ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ജീവിതത്തിന് അവസാന ദിവസം വരെ നമ്മൾ ആത്മാവിൽ ദരിദ്രരായിട്ട് തന്നെ നിൽക്കണം. സ്വയബലമില്ലാത്തവരായിട്ട് ദൈവത്തെ ഓരോ കാര്യത്തിനും ദൈവമേ എന്നുള്ള നിലയിൽ സിമ്പിളായിട്ട്. നമ്മളെ പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അങ്ങനെ ഒരു നിർവചനം കാണുന്നുണ്ടല്ലോ. എന്താ? ദൈവഭക്തിയെക്കുറിച്ച് നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ദൈവഭക്തി എങ്ങനെ ആയിരിക്കണം? അത് പ്യുവർ ആയിരിക്കണം, അപ്പൊ തന്നെ സിമ്പിളുമായിരിക്കണം. സിമ്പിൾ പ്യുവർ ഡിവോഷൻ, ലളിതവും നിർമ്മലവുമായ ഭക്തി. എങ്ങനെയാ നമ്മുടെ ഈ ഭക്തിക്കൊരു ലാളിത്യം ഉണ്ടാകുന്നത്? നമുക്കൊരു കനമില്ല, നമുക്കൊരു ബലമില്ല. ദൈവം തന്നാലേ ഉള്ളൂ. ലാളിത്യത്തോടെ, ആത്മാവിലെ ദാരിദ്ര്യത്തോടെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുക. അല്ലാതെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാരും നമ്മളെ അഭിനന്ദിക്കുന്നു, നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു സ്വയബലം വരരുത്. സ്വയബലം വരരുത്. ഇതാണ് കർത്താവിനോട് ചേർന്ന് ഇന്റിമേറ്റ് ആയ ഒരു ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോ സത്യസന്ധത, നമ്മുടെ കുറവുകൾ കാണുന്ന, അത് സമ്മതിക്കുന്ന, കുറവുകളിൽ നിരാശപ്പെട്ടു പോകാതെ അത് സമ്മതിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച ഒരാളെ പോലും കർത്താവ് ഈ ഭൂമിയിലെ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങള് പ്രാപിച്ചവരൊക്കെ ഒരു തെറ്റുമില്ലാത്തവരായിരുന്നോ? അല്ല. തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ദൈവത്തെ കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ലളിതമായ 2 കാര്യങ്ങൾ ഇതാണ് പ്രിയപ്പെട്ടവര്. വിശ്വസിക്കുക, ആശ്രയിക്കുക. ആ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നമുക്ക് സ്വർഗീയ പിതാവിനെ ഏൽപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ആ വിശ്വാസവും ദിവസവും ദൈവത്തിലുള്ള ആശ്രയവും ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും ദൈവം നമ്മളെ നടത്തും. നമ്മൾ പാതി വഴിക്ക് പിന്മാറി പോവുകയില്ല എന്ന സന്തോഷത്തോടെ, ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാനൊക്കും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മളപ്പം ഈ ആത്മാവിലെ ദാരിദ്ര്യമുള്ളയാൾക്ക് എപ്പോഴാ ഇത് ഒരു പൂർണ്ണതയില് അയാൾക്ക് എപ്പോഴാ എത്താൻ ഒക്കുന്നത്? അതിന് വേദപണ്ഡിതന്മാർ പലപ്പോഴും പറയാറുള്ള ഒരു വാക്യം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണതയിലേക്കുള്ള ആയല് തന്നെയാണ് ദൈവം പൂർണ്ണതയായിട്ട് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പൂർണ്ണത, പെർഫെക്റ്റ് ഇതിലെത്താൻ ഒക്കുമോ? ഇല്ല. പക്ഷേ എത്താൻ ഒക്കുകയില്ല. എന്നാ പിന്നെ ഇങ്ങനൊക്കെ മതിയെന്നും പറഞ്ഞ് നമ്മൾ അതിനെ ഗവനിക്കാതെ ജീവിക്കണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അയ്യോ എനിക്ക് എത്തണം, പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ബോധ്യമനുസരിച്ച് ഇന്ന് ആ തന്ന ബോധ്യത്തിനനുസരിച്ച് ജീവിക്കണം എന്നിങ്ങനെ ദിനംതോറും പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ തന്നെയാണ് ദൈവം എന്തായിട്ട് കാണുന്നത്? പൂർണ്ണതയായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് സത്യസന്ധരായിട്ട് ഇരിക്കാം, നമുക്ക് ദൈവത്തിൽ ആശ്രയമുള്ളവരായിട്ടായിരിക്കാം. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കും
ആത്മീയമായ കാര്യത്തിനും ഉള്ള മറുപടി ഇതാണ്. ഈ രണ്ട് കൊച്ചു കാര്യങ്ങൾ. ഭൗതികമായ കാര്യത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയ സഹോദര സഹോദരി, നിന്റെ സ്വർഗീയ പിതാവിനെ കാണുക. പറവയ്ക്ക് പോലും വേണ്ടത് കൊടുക്കുന്നെങ്കിൽ ആ കൊടുക്കുന്ന സ്വർഗീയ പിതാവ് ആരാ? പറവയുടെ പിതാവല്ല, എൻ്റെ പിതാവാ. എൻ്റെ പിതാവ് അങ്ങനെ കൊടുക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടത് തരും എന്നുള്ള ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, അങ്ങനെ നിരാശയും ഭാരവും പേടിയും പരിഭ്രമവും ഒന്നുമില്ലാതെ, അങ്ങനെയുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ, പിശാചിന്റെ പാമ്പിനെയും തേളിനെയും ചവിട്ടി അതിനെ കാൽ കീഴിലാക്കി ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായി ദൈവത്തെ സ്തുതിച്ച് ദൈവം മുമ്പാകെ നന്ദിയുള്ളവരായിട്ട് നമ്മളായിരിക്കുക. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും സത്യസന്ധതയോടെ നമ്മളെ കുറവുകളെ കണ്ട് ദിനംതോറും ആത്മാവിലെ ദാരിദ്ര്യത്തോടെ ദൈവത്തോട് അടുത്ത് ചെല്ലുക. ദൈവം അടുത്ത് ചെല്ലുന്ന ഒരാളെ പോലും വെറും കൈയായി അയക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോ നമ്മൾ പറഞ്ഞതെന്താ? വിശ്വാസവും ആശ്രയവുമാണ് നമ്മുടെ ഏറ്റവും ഈ ക്രിസ്തീയ ജീവിതത്തെ അനുഗ്രഹമായി നടത്തുന്ന ആ രണ്ട് കാര്യങ്ങൾ. നമുക്ക് ഭൗതിക കാര്യത്തോടുള്ള ബന്ധത്തിലും ആത്മീയമായ കാര്യത്തോടുള്ള ബന്ധത്തിലും ഇത് കൈയാളി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ക്രിസ്തീയ രഹസ്യം മനസ്സിലാക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലും നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, കുറ്റപ്പെടുത്താതെ, പഴി പറയാതെ, പരാതികളില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനായിട്ടൊക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പുതിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആൽഫാബെറ്റ്, അടിസ്ഥാന അക്ഷരമാല എന്ന് പറയാവുന്ന കാര്യങ്ങൾ: സത്യസന്ധരായിരിക്കുക, ദൈവത്തിൽ ആശ്രയമുള്ളവരായിരിക്കുക. നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്കും അതാണ് വഴി. നമ്മുടെ ആത്മീയമായ ആ നിലയില് കർത്താവിനോട് ചേർന്ന് ജീവിച്ച് നമ്മളൊരു നല്ല അന്ത്യം പ്രാപിക്കുന്നതിനും ആത്മാവിലെ ദാരിദ്ര്യത്തോടെ, സത്യസന്ധതയോടെ, കർത്താവിലുള്ള ആശ്രയത്വത്തോടെ നിൽക്കുക ലളിതമായ ഒരു കാര്യമാണ്. ലളിതമായ നിർമ്മലമായ ഈ ഭക്തിയെ നമുക്ക് മുറുകെ പിടിക്കാം. ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഉള്ളവരായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.